ഒന്നും അല്ലാന്നൊരു തോന്നൽ വരെ ഉണ്ടായി. പുള്ളി ഒരു വിഷമം പറഞ്ഞു, അയ്യോ ഞാൻ ഇവിടെ കോട്ടയം നസീറിന്റെ മുമ്പിൽ ഞാൻ ആരാണ്, ഒന്നുമില്ലല്ലോ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, അവരുടെ കണ്ണുകൊണ്ട് കണ്ട് അതിനെ പ്രേരിപ്പിക്കുക അവർ ചെയ്യുന്നത്. പക്ഷെ ഇയാൾ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് മിമിക്രി നടന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനം സന്തോഷം തോന്നി. ഇയാളാണ് ഏറ്റവും വലിയ കലാകാരൻ ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങളുടെ വല്ലപ്പോഴും സത്യം പറയും. ഇപ്പൊ പറഞ്ഞൊരു സത്യം അല്ലേ? പക്ഷേ പിന്നെ എനിക്ക് ഇദ്ദേഹത്തെ ഈ ആരാണ്ട് ഞങ്ങളുടെ റൂമേഴ്സ് പറയല്ലോ സിനിമ രംഗത്ത്, അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. അല്ല സത്യത്തിൽ അങ്ങനെ അല്ല, സത്യത്തിൽ ഇഷ്ടമാണോ? എങ്ങനെ മിക്കവാറും അവരുടെ തീരുമാനക്കാരെടുക്കും. നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളല്ലോ, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തിയില്ലെങ്കിൽ എനിക്ക് ഈ സീറ്റിൽ പക്ഷേ അങ്ങേക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? വളരെ. പിന്നെ പക്ഷേ ഒരാൾ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചത് നമുക്കത് തോന്നാറില്ലല്ലേ? വീട് പറഞ്ഞില്ലല്ലോ. എന്റെ വീട് പുതുക്കാട്, തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ്. പുതുക്കാടുകാരനാണ് താങ്കൾ അല്ലേ? അതെ അതെ. അപ്പൊ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ ഏത് അവതരിപ്പിച്ചാൽ താങ്കൾക്ക് 3ാം സ്ഥാനം കിട്ടിയത്? മിമിക്രി എന്നൊക്കെ പേരുള്ള ഒരു സാധനം. ആ സാധനം പുറത്തെടുത്താൽ നമ്മള് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് സത്യത്തിൽ എൻസോമലത്ത്. Bismillahir-Rahmanir-Rahim. First of all, I would like to thank to God Allah. I thought that we cannot chase the target of 350, but the boys played well and chased the target. Thank you bro. Okay, thank you. വിശദമായിട്ട് പിന്നെ വരാം അല്ലെ? കോട്ടയം നസീറിന്റെ ജീവിതമൊക്കെ എങ്ങനെയാപ്പോ? കുഴപ്പമില്ല. വിദേശത്ത് വന്നത് ഇങ്ങനെ ഇറക്കി പോകുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നാൽ നല്ല രാത്രിയോ? കാരണം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത സുമാർ ഭാഷ അറിയുന്നറിയത്തില്ല. ഇദ്ദേഹം കേരളത്തിലുള്ള ദിവസങ്ങൾ കൂട്ടുന്നതായിരിക്കും വളരെ എളുപ്പം. അല്ല എപ്പോഴും വിദേശ പര്യടനത്തില. ഇദ്ദേഹത്തിനോടൊപ്പം ഈ ലോകത്ത് പര്യടനത്തിൽ ഒരാളെ ഉള്ളൂ, അത് UN സെക്രട്ടറി അല്ല, പോസ്റ്റ് ഒത്തിരി വരില്ല. ഓക്കെ, ഇപ്പൊ തന്നെ മദ്രാസിന് പിടിച്ചിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ കുറെ നടക്കുന്നത്. അരുണാചലിന്റെ അറിയാൻ ചോദിക്കുക. ഇവിടെ 50,000 രൂപ പറഞ്ഞാല് അടുത്ത് തന്നെ എന്റെ അടുത്തായിരിക്കും റേറ്റ്. അത് പറ്റില്ല എന്നുള്ളവർ എന്റെ അടുത്ത് വരും. അപ്പൊ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തട്ടിപ്പോന്ന സാധനങ്ങൾ ഇടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിച്ചു വന്നു. അങ്ങനെ ജീവിച്ചു വന്നു. എനിക്ക് നല്ല ഗ്ലാമർ കൂടിയിട്ടുള്ള ഉയരം കുറച്ച് കൂടിയോ? ഉയരം കൂട്ടിട്ടില്ല. വരുമാനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഉയരം കൂട്ടി വിവരം കുറച്ചു. ഈ അടുത്തിടയ്ക്കിട്ട് എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് കേട്ടു. അഭിനയിക്കാനല്ല, അത് ഇപ്പൊ എന്നെ വിളിക്കുന്നത് TRS സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിക്കുന്നത് ബോഡി സെയിൽസ്മാൻ എന്നാണ്. അതായത് മമ്മൂക്ക ഡബിൾ അഭിനയിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടോ. ഈ ഡബിൾ റോളിൽ ശരീരം വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതെ അതെ. സ്ത്രീ ഇപ്പൊ പെണ്ണാറ്റി വേറെ പേരായിരുന്നു തന്നെ, പുരുഷനായതുകൊണ്ട് അത് നന്നായി. എത്ര സിനിമയായി ഇപ്പൊ 3 പടായി. ഇതിൽ റെക്കോർഡ് ഇടുവോ? ഇങ്ങനെ തൂക്കി പേര് വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഇനി മുഖം കാണിക്കാൻ തുടങ്ങാൻ. ഇതെന്താ റോഡിൽ ഇറങ്ങിയ ആൾക്കാരെ ബോഡി എടുത്തിട്ട് പോകണം? അല്ലല്ല, നമുക്ക് നേരിട്ട് വിളിക്കണം. ഇപ്പം ആൾക്കാർ കണ്ട സിനിമ ഏതാണ്? അണ്ണൻ തമ്പി, പട്ടണത്തിൽ പോകുന്നത്, ഇപ്പൊ പലയിലും കാണിക്കും. 3 പടം. ഇതെല്ലാം ബോഡിയാണ് കണ്ടത്. പക്ഷെ ഇത് അങ്ങനെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്തൊരു ബോഡി ആയിരുന്നില്ലല്ലോ. ആക്കിയെടുത്തോ? എന്നു പോലെ ജീവിക്കട്ടെ. ഇതിന് ടിനിക്കള്ളം കഴിച്ചാണല്ലേ? പിന്നെ ഭാര്യ ഭാര്യയുടെ സ്വന്തം ഒരു കുഞ്ഞുണ്ട് സ്വന്തം. അപ്പൊ ഭാര്യ എന്ത് പറഞ്ഞു ഇതിനെ കുറിച്ച്? ഈ ബോഡി മാത്രം അഭിനയിക്കുന്ന ഭർത്താവിനെ കുറിച്ച്? അല്ല, നല്ല ഓരോ ഭാര്യമാർക്കൊന്നും നല്ല ഗ്ലാമർ റോൾ അല്ലേ? ഭാര്യ പറഞ്ഞത് നല്ലത് കാര്യം. മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ല. അത് പക്ഷേ റസാഖിന് അങ്ങനെ തോന്നിയാണോ? പുള്ളിന്റെ അടുത്ത് പറഞ്ഞു ബോഡി ചിലപ്പോൾ 3-4 സ്ഥലത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ. പക്ഷെ ഒരു ഹീറോ ചെയ്യേണ്ട എല്ലാ സംഭവം നമുക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടും. എക്സ്പ്രഷൻ മാത്രം വേണ്ട. പക്ഷെ വളരെ ക്ലോസ് ആയിട്ട് എന്നിട്ട് ആ ഭാവം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് മമ്മൂക്ക. അപ്പൊ ഇപ്പൊ മമ്മൂക്കയുടെ ഷോയും ചെയ്യാൻ അടുത്ത സിനിമ അദ്ദേഹം തരും. ഇനി ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാനില്ല. എന്നിട്ട് നീ പഠിച്ചില്ലല്ലോ. അപ്പൊ ഈ ബോഡിയും തലയും കൂടെ വരുന്നൊരു സിനിമ എന്നാ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്ക്? അത് എന്തായിരിക്കും? ഇതെന്തോ താടിയൊക്കെ ഒരുപാട് വിദേശയാത്ര അല്ല. പിന്നെ ഇപ്പം അത് കൊല്ലം ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ വല്ലതായോ? അല്ല, ഫിഗർ മാറ്റിയ തമിഴ് സിനിമയിലും ഏതോ ഒരു പ്രൊഡ്യൂസറിന് അബദ്ധം പറ്റിയപ്പോ എന്നെ വിളിച്ച് അതിനകത്തൊരു വില്ലനായിട്ടൊരു വേഷം തന്നു. ഏത് സിനിമയിലെ? കാതലൻ. പുറത്തിറങ്ങിയോ? പുറത്തിറങ്ങിയോ? പടം ഉടനെ ഇറങ്ങും. മാക്സിമം ഏഷ്യാനെറ്റ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ തമിഴ് പടത്തിൽ അഭിനയിക്കുന്നത്. ഇനി അഭിനയിക്കേണ്ടി വരും. അല്ല, ഒരു പ്രൊമോഷൻ ഉറപ്പാണല്ലോ ഏഷ്യാനെറ്റ്. അതുകൊണ്ടുള്ള പ്രതീക്ഷയിൽ എന്തായാലും കാതലൻ യാരടി എന്ന സിനിമയിൽ 2 പാട്ടും പാടി അഭിനയിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. സുബി അതിനകത്ത് വിളിച്ചപ്പോഴത്തേക്ക് തന്നെ അവര് പറഞ്ഞു, അതങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് നിർത്തിയേക്കാൻ പറഞ്ഞു.
അല്ലെ സുബി എവിടെ തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ പോയോ? ഇല്ല, ഞാനൊന്നും പോയില്ല. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ? സുബി ഇവിടെ ഉള്ളതായിട്ട് ഈ അടുത്ത കാലത്ത് അറിയുന്നില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്, വിളിക്കുന്നില്ല. ഞാൻ പിന്നെ 1-2 പ്രോഗ്രാമൊക്കെ ആയിട്ട് പുറത്ത് പോയിരുന്നു. സുബി കൊല്ലം തുളസി സാറുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അദ്ദേഹത്തിനെയും പലരും വിളിക്കുന്നില്ല. എന്താന്ന് അറിയാൻ പാടില്ല. കുറച്ച് മാറിയിരിക്കുന്നത് നല്ലതാണ്. സർജി നേരിട്ട് ബാൻഡ് വല്ലതും എഴുതിയോ? അല്ല, ഈ അതിനു മുമ്പ് എന്റെ പ്രത്യേകത 38 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടി പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ്. മെമ്മോ ഒന്നും കിട്ടത്തില്ല. ഇനി അതിന്റെ ഒരു വിഷമുണ്ടോ? മെമ്മോ കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് സിനിമാ പാട്ട് പുറത്തു വരുമ്പോഴും എന്നെ ഏറ്റവും അസ്വസ്ഥനാകുന്ന ഞാനാണ്. കാരണം അതിനൊരു പാരഡി എഴുതിയില്ല പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു 250-250ഓളം സിനിമാ പാട്ടുകളുടെയും കവിതകളുടെയും ഒക്കെ പാരഡികൾ എഴുതിയിരുന്നു. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാം. ഓക്കെ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഞാൻ എഴുതിയ പാട്ടിന് 4 പേര്. ഓക്കെ. കള്ളടിച്ചാൽ ഫ്ലാറ്റാണ്, പുള്ളടിച്ചാൽ വീലാണ്, പൈന്തടിച്ചാൽ പാമ്പാണ് ഫാത്തിമ, ഫാത്തിമ. സേവിച്ചു സേവിച്ചു കൊതി തീരും മുമ്പേവി എന്നെ തനിച്ചാക്കി അകന്നിടുമോ. 1 + 1 2 2 2 4 4 3 7 ഫാത്തിമ, ഫാത്തിമ.